തിരുവനന്തപുരം നഗരത്തിൽ കുടിവെള്ളം എത്താൻ വൈകും. വാൽവിൽ ചോർച്ച കണ്ടതിനെ തുടർന്ന് പുലർച്ചെ തുടങ്ങിയ പമ്പിംഗ് നിർത്തിവച്ചു. പൈപ്പിടുന്ന ജോലികളും പൂർത്തിയായിട്ടില്ല. 4 മണിയോടെ കുടിവെള്ളം പുനഃസ്ഥാപിക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. വിശദാംശങ്ങളുമായി നമുക്ക് വന്നത് നിങ്ങൾ കണ്ട ആ വാൽവ് ബ്ലോക്ക് ചെയ്ത് പമ്പിങ് നടത്തി ചാർജ് ചെയ്യാനായിരുന്നു ആദ്യം ഉദ്ദേശിച്ചത്. അപ്പോൾ നമുക്ക് കുറേ സ്ഥലങ്ങളിലേക്ക് വെള്ളം കൊടുക്കാൻ കഴിയുമായിരുന്നു. പക്ഷെ അങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ചെറിയ ചോർച്ച ഉണ്ടായി, ചെറിയൊരു ലീക്കുണ്ടായി. ആ ലീക്ക് വൈഡൻ ചെയ്യാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളത് കൊണ്ടാണ് അത് പിന്നെ സ്ഫോടനാത്മകമായ കാര്യങ്ങൾ സംഭവിച്ചേക്കാം എന്നുള്ള ഒരു ടെക്നിക്കൽ മെഷർമെന്റ് വന്നപ്പോൾ അത് പിന്നെ നമുക്ക് ബ്ലോക്ക് ചെയ്യേണ്ടി വന്നു. അല്ലെങ്കിൽ ഇന്നലെ തന്നെ നമുക്ക് അവിടെ നിന്നുള്ള പമ്പിങ് നമുക്ക് കുറേ ഇത് മുകളിലേക്കുള്ള ഭാഗത്തേക്ക് വരെ നമുക്ക് കൊടുക്കാൻ കഴിയുമായിരുന്നു. ഇപ്പോൾ ഈ കാണുന്ന ഈ ബെൻഡ് ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ ബെൻഡിന്റെ പണി പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇത് ഇന്നലെ ഇവിടെ ഞാൻ ഉള്ളപ്പം തന്നെ ഇട്ടൊരു പീസാണ്. ഇനി അവിടെ നിന്ന് ഒരു പീസും കൂടി ഇങ്ങോട്ട് കോൺക്രീറ്റ് ക്ലിയർ ചെയ്യാനായിട്ടുള്ളൂ. ആ പീസ് കഴിഞ്ഞാൽ ഇവിടുത്തെ വർക്ക് തീരും. പക്ഷേ ഇതൊരു വലിയ ജംഗ്ഷനാണ്. ഇവിടുന്ന് അരുവിക്കരയിൽ നിന്ന് വരുന്ന ഫോഴ്സ് വെള്ളം ഇവിടെ വന്ന് ഇങ്ങനെ ശക്തമായിട്ട് ഇടിക്കും എന്നുള്ളതുകൊണ്ട് ഈ ബെൻഡ് കോൺക്രീറ്റ് ബ്ലോക്ക് ആക്കേണ്ടതായിട്ടുണ്ട്. റെഡിമിക്സ് കോൺക്രീറ്റ് ഓൾറെഡി വന്ന് കിടപ്പുണ്ട്. അപ്പോൾ ഈ പൈപ്പ് ഇപ്പോൾ അവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന പൈപ്പിന്റെ ഷേപ്പ് ചെയ്ത് ഇതിലേക്ക് ഫിൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ ബെൻഡ് കോൺക്രീറ്റ് ബ്ലോക്കിനകത്താക്കും. ഇത് കഴിഞ്ഞാൽ പമ്പിങ് നമുക്ക് ആരംഭിക്കാം. വിശദാംശങ്ങളുമായി വിഷ്ണു ചേരുകയാണ്. വിഷ്ണു, ഇപ്പോൾ തലസ്ഥാന നഗരത്തിലാണ് ഇപ്പോൾ കുടിവെള്ള പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത്. ഇത് ജനജീവിതത്തെ ഏത് രീതിയിലാണ് ബാധിച്ചിരിക്കുന്നത് വിഷ്ണു? അനുപ്രിയ, ഇവിടെ ജനജീവിതം വലിയ രീതിയിൽ ബാധിച്ചിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ഈ വിഷയത്തിൽ തന്നെ കാണാൻ പറ്റും. ഇപ്പോൾ മന്ത്രി വി ശിവൻകുട്ടിയും അതോടൊപ്പം മേയർ ആര്യ രാജേന്ദ്രൻ അടക്കമുള്ളവർ ഇപ്പോൾ ഈ പ്രദേശത്ത് എത്തിയിട്ടുണ്ട്. ഈ പൈപ്പിന്റെ അറ്റകുറ്റപ്പണി നടക്കുന്ന സ്ഥലത്താണ് ഇവർ എത്തിയിരിക്കുന്നത്. അതായത് ഇവിടെ പ്രധാനമായും ഇവിടെ ജലവിതരണം മുടങ്ങിയതിന്റെ പ്രധാന കാരണമാകുന്നത് ഈ ഒരു പ്രദേശത്ത് നിന്നാണ്. അതിന്റെ ഈ ഒരു സ്ഥലത്ത്, അതായത് ഇവിടെ പൈപ്പിന്റെ അറ്റകുറ്റപ്പണി കഴിഞ്ഞ രാത്രി മുതൽ തന്നെ ആരംഭിച്ചിരുന്നതാണ്. ആ ഒരു സാഹചര്യത്തിൽ ഈ ഒരു അറ്റകുറ്റപ്പണി നടക്കുന്ന ഈ ഒരു സ്ഥലത്ത് കഴിഞ്ഞ രാത്രി മുതൽ തന്നെ ഇതിനുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു. ഇന്ന് പുലർച്ചെയോടെ തന്നെ ജലവിതരണം ആരംഭിക്കാൻ ശ്രമിച്ചിരുന്നു. എങ്കിൽ ഉച്ചയോടെ തന്നെ എല്ലായിടത്തും വെള്ളം കിട്ടേണ്ട സാഹചര്യമായിരുന്നു. പക്ഷേ ഈ കുടിവെള്ള വിതരണ സൗകര്യവുമായി ബന്ധപ്പെട്ട് ഈ പൈപ്പുകൾ ഇപ്പോൾ പണി ചെയ്യുന്നതിൽ ഒരു ലീക്കേജ് ഉണ്ടായി. ഈ പമ്പിങ്ങിൽ ലീക്കേജ് ഉണ്ടായതോടെയാണ്, വാൾവിൽ ലീക്കേജ് ഉണ്ടായതോടെയാണ് പിന്നീട് പ്രവർത്തനം നടത്താൻ സാധിക്കാത്തത്. അതുകൊണ്ട് വീണ്ടും ഇത് ഇളക്കി പുതിയ വാൾവ് ഇടുന്നു. അതോടൊപ്പം തന്നെ വീണ്ടും ഈ പൈപ്പിന്റെ പണി പൂർത്തിയാക്കാനുള്ള ഒരു സംവിധാനം, അത്തരത്തിലുള്ള ഒരു തയ്യാറെടുപ്പുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ ഈ ഒരു സാഹചര്യം, അതായത് ഇവിടെ ഇനി ഈ പണി പൂർത്തിയായാൽ മാത്രമാണ് കുടിവെള്ള വിതരണം നടത്താനായി സാധിക്കുകയുള്ളൂ. അങ്ങനെയാണ് ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത്. ഏതായാലും ഈ പ്രദേശത്ത് നേരത്തെ തന്നെ മന്ത്രി റോഷി അഗസ്റ്റിൻ ഇവിടെ എത്തിയിരുന്നു. അദ്ദേഹം പറയുന്നത് പോലെ തന്നെ ഇന്ന് ഉച്ചയോടെ അറ്റകുറ്റപ്പണി പൂർത്തിയാക്കാൻ സാധിക്കും. അതിനുശേഷം വൈകിട്ട് 4 മണിയോടെ തന്നെ കുടിവെള്ള വിതരണം പൂർണ്ണമായി നൽകാൻ സാധിക്കുമെന്നാണ് അറിയുന്നത്. ഏതായാലും രാത്രിയോടെ തന്നെ തലസ്ഥാന നഗരത്തിലെ എല്ലായിടങ്ങളിലേക്കും വെള്ളം എത്തുമെന്നുള്ള ഒരു വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്.